തമിഴ്നാട് നീലഗിരിയിൽ ജനവാസ മേഖലയിൽ കരടിയും പുലിയും ഇറങ്ങി. കുനൂർ നഗരപ്രദേശത്താണ് വീണ്ടും കരടി ഇറങ്ങിയത്. എടക്കാട് പാലത്തിന് സമീപമാണ് പുലി ഇറങ്ങിയത്. ആ ദൃശ്യങ്ങൾ ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ നീലഗിരി കുനൂർ മേഖലയിൽ ഈ കരടി അത് സ്ഥിരമായി ആ പ്രദേശത്തുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോഴിതാ പുലിയും സ്വൈര്യവിഹാരം നടത്തുകയാണ് ആ മേഖലയിൽ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇത് രണ്ട് ഇടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ രണ്ട് ദൃശ്യങ്ങൾ, ഒന്ന് ഇതെല്ലാം തന്നെ ഊട്ടിക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇതെല്ലാം തന്നെ ഒന്ന് കുനൂർ ഊട്ടിക്ക് അടുത്തുള്ള പ്രദേശമാണ്. എടക്കാട് എന്ന് പറയുന്നതും ഊട്ടിക്ക് അടുത്ത്, ഊട്ടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശമാണ് എടക്കാട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ പുലി കറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത്. എടക്കാട് മേഖലയിലാണ്. പുലി, ഒരു പാലത്തിന് മുകളിലാണ് പുലി കറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. യാത്രക്കാരാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ കരടി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കുനൂർ ടൗൺ ആണ്. അതായത് ടൗണിലൊരു ഹോം സ്റ്റേയോട് ചേർന്നാണ് ഈ പുലിയുടെ സാന്നിധ്യം, കരടിയുടെ സാന്നിധ്യം വീണ്ടും കണ്ടെത്തിയത്. എന്തായാലും ഇത് തുടർച്ചയായി കരടി ഈ മേഖലയിൽ ഉണ്ട്. ഒന്നല്ല, 2 കരടികൾ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതായത് പല ഭാഗങ്ങളിലും ഇങ്ങനെ ഈ കരടിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഈ കരടി കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. മാത്രമല്ല, ഒരു കോളേജിന് സമീപത്തും ഇതുപോലെ തന്നെ ഈ കരടിയുടെ സാന്നിധ്യം വരുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും തുടർച്ചയായി ജനവാസ മേഖലയിൽ കരടിയും പുലിയും ഉൾപ്പെടെയുള്ളവ നീലഗിരിയിലും ഇറങ്ങുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യം ആളുകളെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് പട്ടാപ്പകലാണ് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിന് വിധേയമായാൽ അത്തരത്തിൽ അങ്ങനെയുള്ള ഒരു ആശങ്കയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. തോട്ടം മേഖലയാണ്, പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങൾ അടക്കമുണ്ട്. കാട്, വനം ഉൾപ്പെടെ ഉള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണിത്. ജനവാസ മേഖലയുമുണ്ട്. അത് തന്നെയാണ് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. തുടർച്ചയായി ഇങ്ങനെ വന്യമൃഗ ശല്യത്തിന്റെ ഒരു സാന്നിധ്യം, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ ഊട്ടി, നീലഗിരിയുടെ വിവിധ പ്രദേശങ്ങളിൽ കാണുന്നുമുണ്ട്. ചിലയിടങ്ങളിൽ ആന വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥ പലയിടങ്ങളിലുമുണ്ട്. ചിലയിടങ്ങളിൽ പുലിയും ഇത്തരത്തിൽ കരടിയും സ്ഥിര സാന്നിധ്യമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. വിജയകുമാർ, യെസ്, ഇത് എടക്കാട് പാലത്തിന് സമീപമാണ് പുലി ഇറങ്ങിയത്. കൂനൂർ നഗരപ്രദേശത്താണ് കരടി ഇറങ്ങിയത്. കരടി ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 1-2 കരടികൾ സ്ഥിരമായി ആ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ ഇതിനിടയിൽ പലതവണയും പുറത്തു വന്നതാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.